കേരളം സമാധാനത്തോടെ ജനാധിപത്യത്തോടെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു പ്രദേശമാണോ എന്നുള്ള പൊതുബോധം ഉടലെടുക്കുന്നു. പിണറായി ഭരണത്തിൽ ഗുണ്ടകൾക്കപ്പുറത്തേക്ക് നിരവധിയായ മാഫിയകൾ കേരളത്തെ പിടിമുറുക്കിയിരിക്കുകയാണ്. ഒരു ഭരണകൂടം മാത്രമല്ല, ഒരു പാർട്ടി തന്നെ മാഫിയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യവും എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ലോക മലയാളികൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയും മാധ്യമ പ്രവർത്തകനുമായ ഷാജൻ സ്കറിയെ തൊടുപുഴ നഗരമധ്യത്തിൽ വച്ച് സാമൂഹ്യ വിരുദ്ധരും CPMൻ്റെ അനുയായികളുമായ ഗുണ്ടകൾ കൂട്ടം ചേർന്ന് പ്ലാൻ ചെയ്ത് വളരെ മാരകമായി ആക്രമിക്കപ്പെട്ട വിവരം അറിയുകയുണ്ടായി. അത് ജനാധിപത്യ വിരുദ്ധവും ഭരണകൂടത്തിൻ്റെ സംരക്ഷണത്തിനുമുള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കേരളം സമാധാനത്തോടെ ജനാധിപത്യത്തോടെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു പ്രദേശമാണോ എന്നുള്ള പൊതുബോധം ഉടലെടുക്കുന്നു. അത് കേരളത്തിൻ്റെ തുടർന്നുള്ള ജനജീവിതത്തിന് കാര്യക്ഷമമായിരിക്കില്ല. അതിനാൽ ഈ ഹീനമായ നടപടിയെ അപലപിക്കുക മാത്രമല്ല, പാർട്ടിക്ക് ബന്ധമുള്ളവരെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കുവാനും നിയമം അനുശാസിക്കുന്ന തരത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ചാർത്തി അവരെ കാലവിളംബം കൂടാതെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ അധികൃതരോട് ആവശ്യപ്പെടുവാനുള്ളത്. പിണറായി ഭരണത്തിൽ ഗുണ്ടകൾക്കപ്പുറത്തേക്ക് നിരവധിയായ മാഫിയകൾ കേരളത്തെ പിടിമുറുക്കിയിരിക്കുകയാണ്. മണ്ണ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, മതതീവ്രവാദികൾ, പെണ്ണ് മാഫിയ തുടങ്ങിയ നിരവധി മാഫിയകളുടെ ഒരു പറുദീസയായി കേരളം മാറുന്ന വേദനാജനകമായ കാഴ്ച ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ മാത്രമല്ല, പാർട്ടിയും മാഫിയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഭരണകൂടം മാത്രമല്ല, ഒരു പാർട്ടി തന്നെ മാഫിയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യവും എവിടേക്കാണ് പോകുന്നത്? കേരളത്തിനെ ആര് ആണ് യഥാർത്ഥ ജനപക്ഷം നിൽക്കുന്ന ഒരു വിമോചന രാഷ്ട്രീയ ശക്തി എന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൽ വലിയ ആപൽക്കരമായൊരു സാഹചര്യമാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഷാജൻ സ്കറിയയ്ക്ക് ഏതറ്റം വരെയും അദ്ദേഹത്തോടൊപ്പം നീതി നടപ്പാക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായി.